നമസ്കാരം. ഗ്രാമീണ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ നടത്തിയ ട്രാഫിക് സിഗ്നൽ അഴിമതി കൃത്യതയോടും വ്യക്തതയോടും മുന്നോട്ട് വെച്ച UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ വോട്ടെടുപ്പിൽ നിന്നും BJP അംഗങ്ങൾ വിട്ടുനിന്നത് LDF അഴിമതി ഭരണം തുടരാനും അഴിമതിയിൽ പങ്കുപറ്റാനും വേണ്ടിയാണെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF അംഗം ബിന്ദു പ്രദീപ് അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തിൽ CPM അംഗങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിഞ്ഞിരുന്നില്ല. BJP അംഗങ്ങൾ വിട്ടുനിൽക്കുന്നു എന്ന രഹസ്യധാരണ മാത്രമാണ് CPMന് തുണയായത്. അവിശ്വാസ പ്രമേയം BJP പിന്തുണയിൽ അതിജീവിച്ച LDF ഇപ്പോൾ RSS ആശീർവാദത്തിൽ ആണ് അധികാരത്തിൽ തുടരുന്നത് എന്നും അടുത്തു നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ സഹായിക്കാമെന്ന കരാറാണ് നാട്ടികയിൽ പഞ്ചായത്ത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി LDFും BJPയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്നും അനിൽ പുളിക്കൽ കൂട്ടിച്ചേർത്തു. UDF മണ്ഡലം വൈസ് ചെയർമാൻ AP ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. KA കബീർ, AN സിദ്ധപ്രസാദ്, ബിന്ദു പ്രദീപ്, ശ്രീദേവി മാധവൻ, CS മണികണ്ഠൻ, റസീന ഖാലിദ്, KR ദാസൻ, PK നന്ദനൻ, വൈഭവ് MV, റീന പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. KV സുകുമാരൻ, CA ഇബ്രാഹിം, PH മുഹമ്മദ്, അബ്ദുള്ള നൂൽപ്പാടത്ത്, സുധി ആലക്കൽ, K വാസൻ, CK മണികണ്ഠൻ, PV സഹദേവൻ, മുഹമ്മദ് അലി കണിയാർക്കോട്, ഉണ്ണികൃഷ്ണൻ കൊഴമ്പി, ഹേമ പ്രേമൻ, ബിന്ദു സുരേഷ്, ശ്രീദേവി സദാനന്ദൻ, കണ്ണൻ പനക്കൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി ചിലങ്ക ബീച്ച് റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് SDPI വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിലങ്ക സെന്ററിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. SDPI മണലൂർ മണ്ഡലം ട്രഷറർ ഷമീർ മാംബസാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി മുഫസൽ, വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. മണലൂർ ഗ്രാമപഞ്ചായത്ത് വയോജന ഭിന്നശേഷി ഗ്രാമസഭകളും മഹിളാ ഗ്രാമസഭ, കുട്ടികളുടെ ഗ്രാമസഭ എന്നിവയും SC വ്യവസായ കേന്ദ്രത്തിൽ വെച്ച് നടന്നു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി തോമസ്, മെമ്പർമാരായ ടോണി അത്താണിക്കൽ, ഷോയ് നാരായണൻ, കവിത രാമചന്ദ്രൻ, ബിന്ദു സതീർ, ഷാനി അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷിക പദ്ധതി രൂപീകരണത്തിന് മുന്നോടിയായാണ് ഗ്രാമസഭകൾ സംഘടിപ്പിച്ചത്. ജില്ലയിലെ പ്രാദേശിക ചാനൽ രംഗത്ത് കഴിവും പ്രാഗൽഭ്യവുമുള്ള വ്യക്തികളെയും സൃഷ്ടികളെയും മികച്ച ചാനൽ പ്രവർത്തനം നടത്തുന്നവരെയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെയും ഭാഗമായി പ്രാദേശിക ചാനൽ രംഗത്തെ വിവിധ പ്രവർത്തനങ്ങൾക്കായി അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു. റിപ്പോർട്ടർ, പ്രോഗ്രാം, ന്യൂസ് റീഡർ, ക്യാമറാമാൻ, സ്റ്റോറി, വിഷ്വൽ എഡിറ്റർ, ന്യൂസ് എഡിറ്റർ, മികച്ച പ്രാദേശിക ചാനൽ എന്നീ കാറ്റഗറിയിലാണ് എൻട്രികൾ അയക്കേണ്ടത്. ജനുവരി 2023 മുതൽ ഡിസംബർ 2023 വരെയുള്ള എൻട്രികളായിരിക്കും പുരസ്കാരത്തിന് പരിഗണിക്കുക. എൻട്രികൾ ഈ മാസം 25 മുൻപായി coatcrdc@gmail.com എന്ന മെയിൽ ID അയക്കേണ്ടതാണ്. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം വിവിധ ചടങ്ങുകളോടെ ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹവനം, ഉഷപൂജ, കലശപൂജ, പഞ്ചവിംശതി കലശാഭിഷേകം, ശീവേലി, ഉച്ചപൂജ, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് പകൽപൂരം, പറയെടുപ്പ്, ദീപാരാധന, ചുറ്റുവിളക്ക്, വർണ്ണമഴ, രാത്രി തായമ്പക, അന്നദാനം, നാടകം, വടക്കുംവാതിൽ ഗുരുതി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ നാരായൺകുട്ടി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഭാരവാഹികളായ അരുൺകുമാർ, വത്സൻ, ശ്രീകുമാർ, വിജയൻ, പ്രഭാകരൻ ഉണ്ണി, സ്വപ്ന ജോളി, മന്നൻ വിജി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാടാനപ്പള്ളി തളിക്കുളം അശ്വതി ഭരണി മഹോത്സവം സമാപിച്ചു. മഹോത്സവത്തിന്റെ സമാപന ദിവസമായ ഭരണിനാളിൽ പരമ്പരാഗതമായി നടത്തിവരാറുള്ള നാടൻ കലാരൂപങ്ങളായ ധാരിയൻ, കാളി, മൂക്കൻ ചാത്തൻ, കാളക്കളി എന്നിവയും നടന്നു. തുടർന്ന് മഹോത്സവത്തിന്റെ കൊടിയിറക്കൽ ചടങ്ങ് നടന്നു. ഭാരവാഹികളായ പ്രസിഡന്റ് ഷിനോദ് കുട്ടൻപാറൻ, ജനറൽ സെക്രട്ടറി മോഹൻദാസ് സിത്തിക്കാട്ട്, ജനറൽ കൺവീനർ പീതാംബരൻ കുറുക്കംപര്യ, ഗജാൻജി, KB പ്രദീപ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇതോടുകൂടി ഗ്രാമീണ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.